പ്രേക്ഷകർക്ക് മുസ്തഫറി മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഹൃദയത്തിൽ ഒളിപ്പിച്ച സ്നേഹം എത്രയുണ്ടെന്ന് അറിയാമെന്നതിനെക്കുറിച്ചാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. നേരിട്ട് പറയാതെ പ്രവൃത്തിയിലൂടെ സ്നേഹം കാണിക്കുകയാണ് ആ വ്യക്തി ഒരിക്കലും ആ വ്യക്തിയുടെ മനസ്സിലുള്ള സ്നേഹം നേരിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാനായി സ്വന്തം പ്രശ്നങ്ങൾ ആ വ്യക്തി മറക്കുകയാണ്. ആ വ്യക്തിക്ക് എന്ത് നഷ്ടമുണ്ടെങ്കിലും ആ വ്യക്തി അതെല്ലാം മറന്ന് മുന്നോട്ട് പോവുകയാണ്. നിങ്ങളെക്കുറിച്ച് സ്ഥിരമായി ആ വ്യക്തി ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളത് അറിയണമെന്നില്ല. നിങ്ങളുടെ സോഷ്യൽ മീഡിയ സ്ഥിരമായി ശ്രദ്ധിക്കുന്നു, നിങ്ങളുടെ ചലനങ്ങൾ ശ്രദ്ധിക്കുന്നു, നിങ്ങളുടെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും പോലും ആ വ്യക്തി ഓർത്തിരിക്കുന്നു. നിങ്ങളോട് കോപം വന്നാലും ദീർഘകാലം അത് പിടിച്ചു നിൽക്കാനാകില്ല. നിങ്ങളോട് പിണങ്ങിയാലും ദീർഘനാളത് പിടിച്ചു നിൽക്കാനാകില്ല. മറ്റുള്ളവർ നിങ്ങളെ വിമർശിച്ചാൽ ആ വ്യക്തിയുടെ ഉള്ളിൽ അതിൻ്റെ വിഷമം ഉണ്ടാവും. പകരം ചോദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉള്ളിൽ അത് ഒളിപ്പിച്ചു വെക്കും. നിങ്ങൾക്ക് നല്ലത് സംഭവിക്കുമ്പോൾ ഹൃദയത്തിൽ എപ്പോഴും സന്തോഷിക്കുന്നു. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് അഭിമാനത്തോടെ സംസാരിക്കുന്നു. നിങ്ങളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ എപ്പോഴും ശ്രമിക്കും. നിങ്ങളെ സംരക്ഷിക്കാൻ എന്നൊന്നും ആഗ്രഹിക്കുകയും ആ വ്യക്തി ചെയ്യുന്നു. നിങ്ങൾക്ക് വേദന ഉണ്ടായാൽ അവർക്ക് അത് അവരുടെ വേദനയായിട്ട് മാറും. അവരുടെ വേദനയും നിങ്ങളുടെ വേദനയും തമ്മിൽ വ്യത്യാസമില്ല. അവരുടെ വേദന ചിലപ്പോൾ അവർ സഹിക്കും. പഴയ ഓർമ്മകൾ വീണ്ടും വീണ്ടും അവർ ഓർക്കുകയാണ്. പഴയ ഓർമ്മകളിലൂടെ അവരുടെ മനസ്സ് കടന്നു പോകുന്നുണ്ട്. നിങ്ങളില്ലാത്ത ഇടങ്ങളിൽ ആ വ്യക്തി ശൂന്യത അനുഭവിക്കുകയാണ്. നിങ്ങളുടെ ഫോട്ടോ നോക്കി നിമിഷങ്ങളോളം ചിലവഴിക്കുന്നുണ്ട് സമയം. നിങ്ങളെക്കുറിച്ചുള്ള ചെറിയ കാര്യങ്ങൾ പോലും ആ വ്യക്തി ശ്രദ്ധിക്കുകയാണ്. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ഉള്ളിൽ എപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ ശക്തനാവാനായി തോന്നിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ആ വ്യക്തിയുടെ മനസ്സിൽ പലപ്പോഴും ദുഃഖം തന്നെയാണ്. ആ വ്യക്തിക്ക് പലതും കാണാനും അല്ലെങ്കിൽ സഹിക്കാനോ ഒന്നും കഴിയാത്ത അവസ്ഥയിലാണ് ആ വ്യക്തി ഉള്ളത്. നിങ്ങളുടെ മുമ്പിൽ ശക്തനാവാൻ ശ്രമിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളെ ബാധിക്കുന്ന കൂടുതൽ കാര്യങ്ങളിൽ പ്രതികരണം കൂടുതലായിട്ട് കാണാൻ കഴിയും. അത് നിങ്ങളോടുള്ള സ്നേഹമാണ്. നിങ്ങൾക്കായി സമയം കണ്ടെത്തും, പക്ഷെ സ്വന്തം കാര്യത്തിന് സമയം കണ്ടെത്തുന്നില്ല. നിങ്ങൾ സംസാരിക്കുമ്പോൾ മുഴുവൻ ശ്രദ്ധ നിങ്ങളിലായിരിക്കും. നിങ്ങളെ ദുഃഖത്തിനായി അല്ലെങ്കിൽ ദുഃഖത്തോടുകൂടി കാണാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കപ്പെടും. നിങ്ങളുടെ ജീവിതത്തിലെയും ഭാവിയെയും കുറിച്ച് ആശങ്കപ്പെടും. നിങ്ങളെ മറ്റൊരാളുമായി കാണുമ്പോൾ തീർച്ചയായിട്ടും അസൂയ തോന്നുന്നു. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ സർപ്രൈസ് ചെയ്യാൻ എന്നും ആഗ്രഹിക്കുന്നു. ഇല്ലാത്ത പണം ഉണ്ടാക്കി പലതും വാങ്ങിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പറഞ്ഞ വാക്കുകൾ മനസ്സിലെപ്പോഴും സൂക്ഷിക്കുന്നു. നിങ്ങളുടെ ചിരി എന്നും കാണാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സുരക്ഷ എന്നും കരുതലും ഒക്കെ ആ വ്യക്തിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. നിങ്ങളോട് സംസാരിക്കാൻ കാരണങ്ങൾ അന്വേഷിക്കും. നിങ്ങളെക്കുറിച്ച് കുടുംബത്തിൽ ചോദിച്ചറിയും. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ നെർവസായി കാണാം. നിങ്ങളുടെ സന്തോഷം ആ വ്യക്തിയുടെ സന്തോഷം തന്നെയാണ്. നിങ്ങളെ വേദനിപ്പിച്ചാൽ എന്നെന്നും ആ വ്യക്തിയുടെ മനസ്സിൽ കുറ്റബോധം തോന്നും. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ദൂരത്താകുമ്പോൾ അതെപ്പോഴും വിഷമം ഉണ്ടാകുന്നു. നിങ്ങളെ സമീപിക്കാൻ അവസരം തേടിക്കൊണ്ടേയിരിക്കും. നിങ്ങളോട് തുറന്നു പറയാൻ പലതും പേടിയുണ്ട്. നിങ്ങളെക്കുറിച്ച് ദിനം പ്രതി ചിന്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് നല്ല കൂട്ടാളിയാകാനാണ് എപ്പോഴും ആ വ്യക്തി ശ്രമിക്കുന്നത്. നിങ്ങളെ എന്നും വിശ്വസിക്കും. നിങ്ങളെ വിശ്വസിക്കുന്നത് പോലെ ആരെയും വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ വിജയത്തിലും നിങ്ങളുടെ മുന്നേറ്റങ്ങളിലും നിങ്ങളുടെ സന്തോഷത്തിലും നിങ്ങളുടെ ആത്മവിശ്വാസത്തിലും എപ്പോഴും പങ്കാളിയാകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിലെപ്പോഴും നിങ്ങൾ തന്നെയാണുള്ളത്. നിങ്ങൾ എന്നും പ്രചോദനമായി കാണുന്നു. നിങ്ങളുടെ വാക്കുകൾക്ക് എന്നും കൂടുതൽ പ്രാധാന്യം നൽകുന്നു. നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ആ വ്യക്തി ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ ദുഃഖത്തിൽ ഒപ്പം ഇരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ മാന്യമായി പരിഗണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളോട് ഭാവിയിൽ ഒരു കുടുംബം നിങ്ങളോടൊത്ത് രൂപപ്പെടുത്താനാണ് ആ വ്യക്തിയുടെ മനസ്സിലാഗ്രഹം. അത് പലപ്പോഴും ആ വ്യക്തി വാക്കുകളിലൂടെയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവാം. നിങ്ങളെ സംബന്ധിച്ച തീരുമാനങ്ങളിൽ എന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മനസ്സാണ്. നിങ്ങളോട് സമയം ചിലവഴിക്കാനാണ് എപ്പോഴും മുൻഗണന നൽകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരത ഉള്ളൊരു വ്യക്തിയായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെക്കുറിച്ച് സംശയങ്ങൾ ഉള്ളിൽ ഒതുക്കും. നിങ്ങൾക്ക് വേദനിക്കുമോ എന്ന് വിചാരിച്ചൊന്നും നിങ്ങളോട് പറയുകയുമില്ല. അങ്ങനെ നിങ്ങളെ വിട്ടുപോകാൻ ഒരിക്കലും മനസ്സില്ല. എന്തെല്ലാം സാഹചര്യം ഉണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ തന്നെ
പ്രവൃത്തി ആ വ്യക്തിയെ വേദനിപ്പിച്ചാലും നിങ്ങളുടെ തന്നെ ഏതെങ്കിലും ഒരു പ്രവൃത്തി മൂലം ആ വ്യക്തിക്ക് മനസ്സിൽ വിഷമം ഉണ്ടായാലും അതൊന്നും നിങ്ങളോട് ചോദിക്കുന്നില്ല. ഉള്ളിലുള്ള സ്നേഹം ഒരിക്കലും മായുന്നില്ല. നിങ്ങളോട് ആ വ്യക്തിക്കുള്ള ഇഷ്ടവും സ്നേഹവും അതെന്നെന്നും മനസ്സിൽ ഒളിപ്പിച്ച് സഞ്ചരിച്ച് മുന്നോട്ട് പോകുന്നു. ഒരിക്കൽ പോലും അത് നഷ്ടപ്പെടുത്താനോ അത് ഇല്ലാതാക്കാനോ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു സ്ഥാനം നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള ഒരു ഇഷ്ടം, സ്നേഹം എപ്പോഴും ആ വ്യക്തി മനസ്സിൽ സൂക്ഷിക്കുകയാണ്. നിങ്ങളോടുള്ള ഇഷ്ടവും സ്നേഹവും മനസ്സിലെപ്പോഴും സൂക്ഷിക്കുകയാണ്. നിങ്ങളോടൊത്ത് ചേർന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, നിങ്ങൾക്കായി എന്നെന്നും ജീവിക്കണം എന്നാണ് ആ വ്യക്തിയുടെ ആഗ്രഹം. ഒരിക്കലും അതൊന്നും നിങ്ങളോട് തുറന്നു പറയണമെന്നില്ല. നിങ്ങളോടുള്ള ഇഷ്ടവും സ്നേഹവും ജീവിതം ഉള്ളിടത്തോളം കാലം അത് പലപ്പോഴും മറച്ചു വെക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളോട് കൂടുതൽ അടുത്ത് ഇടപഴകുന്നതൊന്നും ആ വ്യക്തിക്ക് പലപ്പോഴും പറ്റുന്നില്ല. പക്ഷെ തുറന്നു പറയുമ്പോൾ നിങ്ങൾക്കത് വേദനയാകുമോ എന്നുള്ള വിഷമമുണ്ട്. പല ആളുകളും നിങ്ങളോട് കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കുന്നതും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നതും ആ വ്യക്തിക്ക് ഒട്ടും ഇഷ്ടമില്ല. പക്ഷെ മനസ്സ് തുറന്ന് അത് പറയാൻ ആ വ്യക്തി ധൈര്യം കാണിക്കാത്തത് നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും, നിങ്ങളതിനോട് വഴക്കടിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടമല്ലാതാകുമോ എന്ന് കരുതിയാണ്. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിലെന്നും നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളോട് ഒരിക്കലും പുറമേയോ അകത്തോ ദേഷ്യമില്ല. പക്ഷെ ചില ഒഴിവാക്കാൻ പറ്റാത്ത ഘട്ടത്തിൽ നിങ്ങളോടുള്ള ദേഷ്യം കാണിച്ചാലും അതപ്പം തന്നെ പോയി മറിയും. നിങ്ങളോട് ആ വ്യക്തിക്ക് പിണങ്ങാൻ കഴിയുന്നില്ല. പക്ഷേ ആ പിണക്കം പലപ്പോഴും ആ വ്യക്തി അഭിനയിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കൂടുതൽ സ്നേഹം പിടിച്ചു പറ്റാനാണ്. പക്ഷെ നിങ്ങൾ ഒരു പക്ഷേ വിചാരിക്കുക ആ വ്യക്തിക്ക് എന്നോട് പിണക്കമാണ്, എന്നെ പരിഗണിക്കുന്നില്ല, എന്നോട് ദേഷ്യമാണെന്നുള്ളതാണ്. നിങ്ങളോട് പിണങ്ങി നിൽക്കുമ്പോഴും നിങ്ങൾ വന്ന് എന്തുകൊണ്ട് ആ വ്യക്തിയോട് മിണ്ടുന്നില്ല എന്നുള്ള പരിഭവം എപ്പോഴും ഉണ്ട്. അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും ഉള്ള ഒരു കാര്യവുമാണ്. നിങ്ങളോട് സദാസമയം പിണങ്ങി നിൽക്കുന്ന, നിങ്ങളോട് സദാസമയം പിണക്കം കാണിക്കുന്ന ഒരു മനസ്സ് ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് പ്രതിസന്ധികളും വല്ലാതെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ സ്വന്തം ദുഃഖങ്ങളെക്കാളും സ്വന്തം പ്രതിസന്ധിയേക്കാളും നിങ്ങളെ കൂടുതൽ പരിഗണിച്ച് നിങ്ങളോട് ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഒരിക്കലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളർന്ന് നിൽക്കുന്ന ഒരു മനസ്സ് ആ വ്യക്തിക്കില്ല. നിങ്ങളുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും ആ വ്യക്തിക്ക് സന്തോഷവുമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.